സോ യെസ്, ഇനി നമ്മൾ പറയുന്നത് MBBS കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് BDS ഏകദേശം എത്രത്തോളം റാങ്ക് വരെയാണ് കീമിൽ നമ്മളുടെ ലാസ്റ്റ് ഇയർ കുട്ടികൾ കയറിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ BDS കോളേജസ് ആൻഡ് ക്ലോസിംഗ് റാങ്ക് ഇൻ കീമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. സോ അത് ആദ്യം ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൽ പറയും, അത് ഗവൺമെൻറ് ഡെൻ്റൽ കോളേജസിനെ കുറിച്ച് പറയും. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ പിന്നെ BHMS അതേപോലത്തെ കോളേജസുകളൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഗവൺമെൻറ് കോളേജസ്, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് കോളേജസും നമ്മൾ പറയുന്നുണ്ട്. ഇനി BDS കോളേജസിൽ ക്ലോസിംഗ് റാങ്ക് വരുന്നത് ഏകദേശം ഇപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിലാണെങ്കിൽ 4364 അല്ല 2933 മുതൽ ഏകദേശം ഇതൊക്കെ പ്രൈവറ്റ് ആണ് കേട്ടോ. ഏകദേശം ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഇവിടെ വരെ ഏകദേശം ഒരു 4446 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് മെറിറ്റിൽ BDS കയറിയിട്ടുണ്ട്. അതിന് ഈഴവ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3475 മുതൽ 6653 വരെ കയറിയിട്ടുണ്ട്. OBC മുസ്ലിമിൽ നോക്കുകയാണെങ്കിൽ ഒരു 5037 വരെ BDS കയറിയിട്ടുണ്ട്. ലാറ്റിൻ കത്തോലിക്കാണ് ഇത് കേട്ടോ. അവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 11750 വരെ കയറിയിട്ടുണ്ട്. 80 SC നോക്കുമ്പോൾ അതൊരു 18191 വരെ കയറിയിട്ടുണ്ട്. ST വരുന്ന സമയത്ത് അതൊരു 27074 വരെ കയറിയിട്ടുണ്ട്. എക്കണോമിക്കലി വീക്കറിൽ നോക്കുമ്പോൾ ഒരു 10900 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. ബാക്കി നമ്മൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ഏകദേശം ഒരു 28000 33300 ഒക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. 33297 ഒക്കെ സ്റ്റേറ്റ് മെറിറ്റ് കയറിയിട്ടുണ്ട്. ഈഴവരിലൊക്കെ പോകുന്ന സമയത്ത് റാങ്കേഴ്സ് ഏകദേശം 37000 റേഞ്ചിലുള്ളവരൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ബാക്കിയുള്ള പ്രൈവറ്റ് BDS മെഡിക്കൽ കോളേജസിലെ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ഏകദേശം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഒരു 36,000 ടോപ്പ് വന്നതെന്ന് തോന്നുന്നു അല്ലേ. 36,901 വരെയാണ് ഏകദേശം കയറിയിട്ടുള്ളത്. ഓക്കെ, റെഡി. ഇനി BDS അല്ല, നിങ്ങൾ BHMS ആണ് നോക്കുന്നത്, ഹോമിയോപ്പതി ആണെന്നുണ്ടെങ്കിൽ BHMSന്റെ ക്ലോസിംഗ് റാങ്കുകൾ കഴിഞ്ഞ വർഷത്തെ മെഡിക്കൽ കോളേജസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൽ സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയിട്ടുള്ളത് ഏകദേശം 17298 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയിട്ടുണ്ട്. ഈഴവ നോക്കുമ്പോൾ 20917 വരെ കയറിയിട്ടുണ്ട്. MU എന്ന് പറയുന്നത് OBC മുസ്ലിമാണ്. OBC മുസ്ലിമിൽ ഏകദേശം 18945 വരെ കയറിയിട്ടുണ്ട്. ലാറ്റിൻ കത്തോലിക് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 25122 വരെ കയറിയിട്ടുണ്ട്. SC നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26790 വരെ ഉണ്ട്. ST നോക്കുകയാണെന്നുണ്ടെങ്കിൽ 28776 വരെ കയറിയിട്ടുണ്ട്. എക്കണോമിക്കലി വീക്കറിൽ നോക്കുമ്പോൾ 26744 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, BHMSന് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് ആയുർവേദത്തിലേക്ക് വരുമ്പോൾ BAMSലാണെന്നുണ്ടെങ്കിൽ BAMS നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് കോളേജസിൽ ഏകദേശം 37765 വരെ സ്റ്റേറ്റ് മെറിറ്റ് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈഴവയിൽ നോക്കുമ്പോൾ കിട്ടിയ ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് നമുക്ക് ഏകദേശം 16000 18000 അതിൽ കൂടുതലായിരിക്കും. അതൊന്നും ഡീറ്റെയിൽസ് കിട്ടാത്തതുകൊണ്ടാണ്. ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഒരു 38,000 39,000 റാങ്ക് വരെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, BAMSന് ഗവൺമെൻറ്റിൽ കയറാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി ഇതൊക്കെ നമ്മളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കോളേജസ് ആണ്. അവിടേക്കും ഏകദേശം 36,000 37,000 38,000 40,000 ആ കോളേജസുകളൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, BAMSൽ കഴിഞ്ഞ വർഷം കയറിയിട്ടുള്ളത്. ഇനി അഗ്രികൾച്ചറിൽ, അതായത് പല ആൾക്കാരും അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാകും. അതും കീം വഴി തന്നെയാണ് അഡ്മിഷൻ നടക്കുന്നത്. സോ അഗ്രികൾച്ചർ കോളേജുകളും ആദ്യത്തെ ക്ലോസിംഗ് റാങ്കുകളാണ് ഇനി നമ്മൾ പറയുന്നത് കേട്ടോ. സോ കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണിയിലുള്ളത് സ്റ്റേറ്റ് മെറിറ്റ് 1016 വരെ കയറിയിട്ടുണ്ട്. എവിടെയാണെന്നറിയോ, പടന്നക്കാട് കോളേജ് ഓഫ് അഗ്രികൾച്ചറിലാണ് കയറിയിട്ടുള്ളത്. ഇനി അത് ഈഴവയിലേക്ക് നോക്കുമ്പോൾ 12704 വരെ കയറിയിട്ടുണ്ട് കോളേജ് ഓഫ് അഗ്രികൾച്ചർ അമ്പലവയൽ. അതേപോലെ OBC മുസ്ലിം നോക്കുകയാണെങ്കിൽ 12875 വരെ കയറിയിട്ടുണ്ട് കേട്ടോ പടന്നക്കാടിൽ. അതേപോലെ ലാറ്റിൻ കത്തോലിക്ക് നോക്കുകയാണെങ്കിൽ 19414 കയറിയിട്ടുണ്ട്. SC STയിലേക്ക് നോക്കുമ്പം 21814, STയിൽ വരുമ്പോൾ 26135 വരെ കയറിയിട്ടുണ്ട്. ഇനി എക്കണോമിക്കലി വീക്കറിൽ നോക്കുമ്പോൾ ഏകദേശം ഒരു 17738 വരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അഗ്രികൾച്ചർ കോഴ്സുകൾക്ക് കയറിയിട്ടുണ്ട്. സോ MBBS എന്നുള്ള ഒരു ഓപ്ഷൻ അല്ല, മറ്റു പല ഓപ്ഷൻസും, അതായത് BDS BAMS BHMS അഗ്രികൾച്ചറൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30,000-40,000 ഉള്ളിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BAMSനൊക്കെ പോകാവുന്നതാണ്. അഗ്രികൾച്ചർ കുറച്ചും കൂടി ഡിമാൻഡ് കൂടിയതാണ്. അതായത് BAMSനേക്കാളും ആയുർവേദത്തിനേക്കാളും കുറച്ചും കൂടെ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് അഗ്രികൾച്ചറാണ്. സോ അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു 10,000 അല്ലെങ്കിൽ 12,000 റാങ്ക് വരെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
ഏകദേശം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഗ്രികൾച്ചർ കോഴ്സസിന് പോകാൻ വേണ്ടി പറ്റും. സോ ഇത് നമ്മളുടെ അപ്പാർട്ട് ഫ്രം നമ്മളുടെ MBBS ബാക്കിയുള്ള കോഴ്സുകളുടെ ക്ലോസിംഗ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനിയും ബാക്കി എല്ലാ കാര്യങ്ങളുടെയും കംപ്ലീറ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മളുടെ ചാനലിൽ ഉണ്ടാവും. സോ വെയിറ്റ് ഫോർ ഇറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വിവരങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ്, നിങ്ങൾ നീറ്റ് എഴുതിയവരാവട്ടെ അല്ലാത്തവരാവട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇതുപോലത്തെ വേറെ പല കോഴ്സുകൾക്കും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, ഈ ഡേറ്റാസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ വീണ്ടും കാണുന്നവരേക്കും ടാറ്റ.